ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗോതമ്പ് ഇലയടയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഇലയട നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 4 മണി ചായയുടെ കൂടിയോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഈ ഇലയട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തതിന് ശേഷം നമ്മൾക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾക്ക് അല്പാൽപമായി വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. നല്ല അയഞ്ഞ പാകത്തിൽ വേണം നമ്മൾക്ക് ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കാൻ. ഇത് ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ അടക്കി കുഴച്ചെടുക്കേണ്ടത്. നമ്മളുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ള ഒരു അയവിൽ വേണം നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയട ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾക്ക് അടയ്ക്കുള്ളിലേക്ക് വെക്കാനുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി ചൂടായ ഒരു പാനിലേക്ക് 1 കപ്പ് ശർക്കരപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് ചൂടാക്കി ഒന്ന് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായി ഒന്ന് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇലയടയ്ക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇലയട ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കൈയൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവിൽ നിന്നും കുറച്ചെടുത്ത് ഇലയിലേക്ക് വെക്കാം. അതിനുശേഷം വെള്ളത്തിലൊന്ന് കൈ മുക്കിയതിന് ശേഷം ഇതുപോലെ നന്നായി ഒന്ന് ഇലയിലേക്ക് പരത്തി കൊടുക്കുക. അഥവാ കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതിയാവും. വളരെ നൈസായിട്ട് നമ്മൾക്കിത് പരത്തിയെടുക്കണം. ഒട്ടും കട്ടി ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഇലയിലേക്ക് മാവൊക്കെ വളരെ നൈസായിട്ട് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇതുപോലെ തേങ്ങ ശർക്കര കൂട്ട് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു സൈഡിലേക്ക് മാത്രം നമ്മൾ വെച്ച് കൊടുത്താൽ മതിയാവും. ബാക്കി സൈഡ് കൊണ്ട് നമ്മൾ ഇത് കവർ ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക. ഒരുപാട് അമർത്താതെ ചെറുതായിട്ടൊന്ന് അമർത്തിയെടുത്താൽ മതിയാവും. ഇതുപോലെ ബാക്കി എല്ലാ ഇലയുടെയും നമ്മൾക്ക് പരത്തിയെടുക്കാം. അട പരത്തുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പരത്തിയെടുത്ത അടയെല്ലാം ഇതുപോലെ ഒന്ന് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾക്കിത് മൂടി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. 20 മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾക്ക് മൂടി തുറന്നു നോക്കാം.
അടയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് സ്റ്റീമറിൽ നിന്നും പ്ലേറ്റിലേക്ക് മാറ്റാം. ഏതൊരാൾക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഇലയടയാണ് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഈ ഇലയട. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ അട നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.